ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാലോ. നല്ല പഴുത്ത മാങ്ങ കൊണ്ട്, നല്ല പിഴിഞ്ഞു കൂട്ടുന്ന മാങ്ങയുണ്ടല്ലോ, ആ മാങ്ങ കൊണ്ട് നമുക്ക് നല്ല പുളിശ്ശേരി തയ്യാറാക്കാം. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പുളിശ്ശേരി തൈര് ചേർക്കാതെ എങ്ങനെ ചെയ്തെന്ന് നോക്കാം. മാങ്ങ ആദ്യം നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് തൊലി ഉരിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. മാങ്ങാ പുളിശ്ശേരിയുടെ അരപ്പെന്ന് പറയുന്നത് നമുക്ക് പുളിശ്ശേരിയുടെ തന്നെ അരപ്പ് തന്നെയാണ്. ജീരകവും ചുവന്നുള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങാ പുളിശ്ശേരിയിൽ പൊതുവെ തൈര് ചേർക്കാറുണ്ട്. നമുക്ക് മാങ്ങയ്ക്ക് പുളി അധികം ഉണ്ടായാലും ഇല്ലേലും കുറച്ച് തൈര് ചേർക്കും. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമാങ്ങയും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ തൈര് ചേർക്കാത്തതുകൊണ്ട് കുറച്ച് പുളിയും നല്ലതാണ്, മധുരവും ഉണ്ട്. കുറച്ച് മാങ്ങയ്ക്ക് മധുരം ഉള്ളതാണ്, കുറച്ച് പഞ്ചസാരയും ചേർത്ത്. അപ്പോൾ മധുരവും ഉണ്ട്. അപ്പം തൈര് ചേർക്കാത്തതുകൊണ്ട് കുറച്ച് പുളിക്ക് വേണ്ടി മാങ്ങയും ചേർത്തിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കടുവും തളിക്കാം. മാങ്ങയെല്ലാം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി കറിവേപ്പിലയും ചേർത്ത് കടുവും തളിക്കാം. തൈര് ചേർക്കാത്തതുകൊണ്ട് നമ്മൾ പഴുത്ത മാങ്ങ ചേർത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് പച്ചമാങ്ങയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിരുന്നു. കുക്കറിൽ അതും നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അരപ്പും ചേർത്ത് കുറച്ച് മധുരവും ചേർത്തപ്പോഴത്തേക്ക് എല്ലാം ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുള്ള മാങ്ങയാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.